ഫുൾ ടൈം കരച്ചിലും അഭിനയവും എക്സ്പ്രഷൻ ഇട്ട് നടക്കുന്ന ഒരു എക്സ്പ്രഷൻ ക്യൂൺ ആണ് അവർ കരയുവാണോ അവർ ഒറിജിനലി ചിരിക്കുവാണോ അനുമോളെ മനസ്സിലാക്കാനേ പറ്റില്ല. അനുമോള് ജീവിക്കുന്നതും നടക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം ഒരു അഭിനേത്രി ആയിട്ടാണെന്നാണ് എൻ്റെ ഒരു കണ്ടത്. 100 days ഫേക്ക് കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ അതിന് ചിലപ്പോൾ കൊടുത്ത കപ്പായിരിക്കും ഏഷ്യനെറ്റ്. ചേച്ചിക്ക് സത്യത്തിൽ അസൂയ മൂത്തിട്ടാണോ അത്? എന്ത് കണ്ടിട്ടാണ് എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ അസൂയപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം PR കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. PR കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ 95 days ഒരു പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു നമ്മുടെ മോണ്ട PR ചെയ്തിട്ട് അല്ലേടി ശാരിയെ നീ കിട്ടിയെന്ന് കേൾക്കണ എനിക്ക് താല്പര്യമില്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നു. കിട്ടാത്ത മുന്തിരിങ്ങ എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ ചേച്ചി പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. അതിനെങ്ങനെ മുടയാകുന്ന അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന് നയം പറയുന്ന നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാണ്. എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ ഇപ്പോഴും. ഞാൻ റിയാലിറ്റി ബൈ ശാരിക ചെയ്യുന്നു വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പാവമായിട്ടിരുന്നു അയ്യോ ഞാനൊരു ചാനലുണ്ടേ നിങ്ങളെല്ലാവരോടും എന്നോട് ഇങ്ങനെ മിണ്ടണേ ഞാൻ ഇങ്ങനെ മിണ്ടത്തുള്ളൂ എന്ന് പറയത്തില്ല. ശാരികയുടെ ഐഡന്റിറ്റി ഇതാണ്. ശാരി ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. കണ്ണൂരിട്ടും ഇതാണ് ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. ആരോടാ എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്താ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അംഗീകരിക്കാൻ പറ്റുന്നത്? എന്തിനാണ് ഈ കട്ടപ്പള്ളായിട്ട് ഇവനെ കൊണ്ടുവന്നവനെ? ഇറങ്ങി പോടാ എന്റെ ചാനലിൽ നിന്ന്. ഇതിനോടൊക്കെ സംസാരിക്കുന്നതിന് വേറെന്തെങ്കിലും നീ പരിപാടിക്കാൻ പോകുന്ന? ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിൻ കാൻസൻ ബറുവ. ഐസ് ബ്രേക്ക് എന്റർടൈൻമെന്റ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ബ്രേക്ക് പോയിന്റ്. ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷം ഏറെ പ്രിയപ്പെട്ട സുഹൃത്തും ചേച്ചിയൊക്കെ ആയ എൻ്റെ പ്രിയപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും കിട്ടിയ ഒരു അവസരമാണ് എൻ്റെ ഇൻ്റർവ്യൂ. ഈ നമസ്കാരം ഓർക്കുന്നുണ്ടോ? നമസ്കാരം എന്നുള്ള സാധനം ഭയങ്കര വേറെയായിരുന്നു. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ചേച്ചീനെ ഒന്ന് കാണുന്നതും സംസാരിക്കുന്നതും. ബിഗ് ബോസിൽ പോയി കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിട്ട് മൊത്തത്തിൽ ബിസിയായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ചാനലൊക്കെ തുടങ്ങി വലിയ 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 രീതിയിലുള്ള അല്ലാതെ രക്ഷയില്ലടാ. നമുക്ക് ബിഗ് ബോസിന്റെ ഗ്രേഡും തല വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, നമ്മൾ നശിക്കും. അപ്പോ നമുക്ക് തുടങ്ങാം. ബീബിയാണ് എങ്ങും ചർച്ചാ വിഷയം. അതെ, ചേച്ചി സ്വാഭാവികമായിട്ടും അതിലൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറയാനുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതായത് ഇതുവരെ പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ, അതിൻ്റെ നിഗൂഢതകൾ നേരിൽ കണ്ട ആൾക്ക്, അതായത് നമ്മൾ ഈ ചാനലിലൂടെ കാണുന്ന അല്ലെങ്കിൽ ഈ ഹോട്ട്സ്റ്റാറിലൂടെ കാണുന്നതിനേക്കാൾ കൂടുതൽ ചേച്ചി നേരിട്ട് കണ്ട ആളാണ്. അതായത് കണ്ണിലൂടെ കണ്ട 21 ദിവസം കണ്ണിലൂടെ കണ്ട ആളാണ്. അതെ. അപ്പോൾ എന്താണ് ചേച്ചി നേരിട്ട് കണ്ടത് എന്നുള്ളത് നമുക്ക് തുടങ്ങാം. എന്താണ് ബീബി, അകത്ത ബീബി എന്താണ്? അകത്ത ബീബി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ മനസ്സിലാക്കാൻ പറ്റിയത്? കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ മനസ്സിലാക്കാൻ പറ്റിയത് പുറത്തുനിന്ന് കാണുന്ന ഒരു സാധനമേ അല്ലത്. അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അതായത് മൈൻഡ് അവർ കയ്യിലെടുക്കും. നമ്മുടെ ആ ഹൗസ് നമ്മുടെ ഹൃദയം അങ്ങ് വാങ്ങി വെക്കും, നമ്മുടെ തലച്ചോറും. പിന്നെ നമ്മൾ അവിടെ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. നമ്മൾ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെയൊക്കെ പൊട്ടിത്തെറിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. സീസൺ 7 എന്ന് പറയുന്നത് നല്ല കണ്ടസ്റ്റന്റുകളെ കൊണ്ട് നിറഞ്ഞതല്ല. ഗെയിം ഓവറായി, ഇനി അതൊന്നും പറയുന്നതിൽ അർത്ഥമില്ലെങ്കിലും അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിക്കാത്തത് കൊണ്ടും അതിൽ പലയിടത്തും ഇപ്പോഴും വെടിയും പുകയും ഉള്ളത് കൊണ്ടും ഞാൻ പറയുകയാണ്, ഇപ്രാവശ്യം പണി കിട്ടിയത് ബിഗ് ബോസ് ഹൗസിനും ഏഷ്യനെറ്റിനും എൻ്റെമോൾ ഷൈനും ഒക്കെയാണ്. കാരണം അവർ കണ്ടസ്റ്റന്റ് സെലക്ഷനിൽ കുറച്ച് പരാജയപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അതിൽ ഉൾപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ അതിനകത്ത് സാഹിത്യം സംസാരിക്കാനോ രാഷ്ട്രീയം സംസാരിക്കണോ പോകണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ കുറച്ച് മൂല്യം, കാരണം ഇത് ജനങ്ങളുടെ റിഫ്ലക്ഷൻ, ധാർമ്മികത നമുക്ക് ആവശ്യമുണ്ട്. നമ്മളതിനകത്ത് വിവേകാനന്ദൻ കളിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ തത്വങ്ങൾ പറയാനോ ഗാന്ധിജിയുടെ വാക്യങ്ങൾ പ്രചരിപ്പിക്കാനോ അല്ല പോകുന്നത്. പുച്ഛിക്കുന്നവരാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ പ്രതിദാനം ചെയ്ത് നമ്മുടെ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ എന്നാണ് ലാലേട്ടൻ അത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം ഇങ്ങനെയാണോ എന്ന് കുട്ടികൾ ചിന്തിക്കും. തീർച്ചയായിട്ടും. അതായത് ഒരു പഴത്തിന് വേണ്ടി, ഒരു പഴത്തൊലിക്ക് വേണ്ടി, ഒരു പച്ചമുളകിന് വേണ്ടി മാത്രം വഴക്കിടാനാണോ ഒരു ഇന്റർനാഷണൽ ഷോ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചിന്തിക്കും. ഒരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സില്ലാതെ അയാളുടെ ആ സബ്ജക്റ്റ് പുറത്തു വിട്ടിട്ട്, അത് തെറ്റോ ശരിയാവട്ടെ, അത് പുറത്തു വിടാതെ അയാളെ മൊത്തത്തിൽ വാക്കുകൾക്ക് വെർബലിയും ഫിസിക്കലിയും ആക്രമിക്കുന്ന ചെന്നായക്കളെ പോലുള്ള സ്വഭാവത്തിന് ഉടമകളാണോ അതിലുള്ള കണ്ടസ്റ്റന്റ് എന്ന് ചിന്തിക്കും. അവർക്കും കുടുംബമുണ്ട്, അവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവർക്ക് ഭാര്യമാരുണ്ട്, കാമുകിമാരുണ്ട്. എന്നിട്ടും എന്തേ അവർ ഇതിൽ ഇങ്ങനെ വന്ന് ബിഹേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഉത്തരമില്ല. അതൊന്നെങ്കിൽ അവർ പഠിച്ചു വെച്ച കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി കൊണ്ട് കളിക്കും. ലാലേട്ടൻ പലവട്ടം അതിനകത്ത് വീക്കെൻഡ് എപ്പിസോഡ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ. ഒരു സാധനം ഒരാളിൽ നിന്ന് ഗ്രാബ് ചെയ്യുമ്പോൾ 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് പിടിച്ചു പറിക്കാം, അയാൾ ആക്രമിക്കാം, അതിന് പകരം ബുദ്ധി ഉപയോഗിച്ച് കളിക്കാം.
ഫിസിക്കൽ ടാസ്കുകൾ കളിക്കുമ്പോൾ കളിച്ചാൽ പോരെ. ഒരാൾ എത്രയോ ആൾക്കാർ നമ്മുടെ കൈ ഇപ്പോൾ ഇവന്റെ കൈ, അനുമോളുടെ കൈ, അങ്ങനെ പലരുടെയും കൈകളിലൊക്കെ നല്ല സ്കാറുകളുണ്ട്. ജിസേലിന്റെ കയ്യിലൊക്കെ സ്റ്റിച്ചാണ്. അതെങ്ങനെയാണ്? 2 സ്റ്റിച്ചോ 3 സ്റ്റിച്ചോ അങ്ങോട്ട് വന്നു ജിസേലിന്റെ കയ്യിലൊക്കെ. ജിസേലിന്റെ കയ്യിൽ 3 സ്റ്റിച്ച് 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കാരണം ഫിസിക്കൽ ടാസ്കിൽ പറ്റിയ ഒരു സാധനമാണ് അത്. ജിസേൽ പാത്രം തലയിൽ വെച്ചുകൊണ്ട് പറ്റിയതാണ്. എങ്കിൽ പോലും അക്ബറിന്റെ ഡ്രസ്സുകൾ വലിച്ചു കീറുക, അങ്ങനെ പല കണ്ടസ്റ്റൻസിനും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ നൂറ ഒരു കളിയിൽ മറ്റേ ഭൂമി കയ്യേറ്റം എന്ന് പറഞ്ഞ ടാസ്കിൽ അവള് ശ്വാസം കിട്ടാതായിപ്പോയി. സി ഇതൊന്നും പുറത്തു വരുന്നില്ല, ഇതൊന്നും വെളിയിൽ വരുന്നില്ല. ബിക്കോസ് അതൊന്നും അവർക്ക് ഇടാനുള്ള കാര്യം എല്ലാം കൂടെ എത്രത്തോളം ഇടും, ഒരു എപ്പിസോഡിലെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാറിൽ 24 എന്ന് പറഞ്ഞാൽ എന്തോരം കണ്ടന്റ് പോകുന്നുണ്ട് അതിനകത്ത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ 24 വെറും 8 മണിക്കൂറത്തെ കണ്ടന്റേ പോകുന്നുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലൈവ് എന്ന് പറയുമ്പോൾ അത് ഈ തലേന്നുള്ള സാധനങ്ങളാണ് പിറ്റേന്ന്. അതാണ് ഡിഫേർഡ് ലൈവ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും കുറച്ചൊക്കെ കട്ടിങ് വരും. അത് അവരുടെ ഒരു പോളിസി ആയിരിക്കാം. കാരണം എല്ലാം ഒന്നും ഇടാൻ പറ്റത്തില്ല. സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജനങ്ങളുടെ തീവ്രമായ നമ്മളെല്ലാവരും ഇമോഷണൽ ആണല്ലോ എല്ലാം ഇപ്പോഴും. അതൊക്കെ വികാരപ്പെടുന്ന കണ്ടന്റുകൾ പുറത്തു വരാതിരിക്കാനായിരിക്കും അവരത് കീപ്പ് ചെയ്യുന്നത്. കാരണം ഇത് ഇന്ന് അവസാനിച്ച് നാളെ അവസാനിക്കുന്ന ഒന്നല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺസ് അല്ലേ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ സീസൺ 7 7ന്റെ പണി കിട്ടിയത് ബിഗ് ബോസിനാണെന്ന് ഞാൻ പറയും. കാരണം അവർ പല ടാസ്കുകൾ അവർക്ക് എന്താ പറയുക ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പണിപ്പുഴ ടാസ്ക് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യേണ്ടി, കാരണം കണ്ടസ്റ്റൻസ് ഒന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ കമന്റുകൾ താഴെ ഒന്ന് പറയും ഇവൾ അവിടെ എന്ത് കളിയാ കളിച്ചതെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു മായിക ലോകമാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറും എല്ലാം എടുത്തു വെക്കുന്ന ഒരു സാധനം. അവിടെ ബുദ്ധി ഉപയോഗിച്ച് സമാധാനത്തോടെയും കളിക്കാം കളികൾ. മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കേണ്ട അടുത്ത് സ്പേസ് കൊടുത്ത് വേണം, എങ്കിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ഇത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് ഈ വഴക്കിന്റെ അലവുകളല്ലാതെ ഒന്നും പുറത്ത് വേറെ കേൾക്കുന്നില്ല നമ്മൾ. അത് തന്നെ നമുക്ക് മടുപ്പിക്കും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കാണുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ഒന്നല്ല ബിഗ് ബോസ്. അതിനകത്ത് പോയ ആ ഒരു സീസണിൽ 25 പേർക്ക് മാത്രമേ അതിൻ്റെ അകത്ത്, അത് 1 ദിവസം ആയിക്കോട്ടെ 10 ദിവസം ആയിക്കോട്ടെ 100 ദിവസം ആയിക്കോട്ടെ, അവർക്ക് മാത്രമേ അതറിയാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് ഈ മൈൽ സ്റ്റോണിൽ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ട ഒരാളാണ് വിനു എന്ന് പറഞ്ഞ വ്യക്തി. ഇടയ്ക്ക് വിനു വിളിക്കാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഫംഗ്ഷനിൽ കാണാറുണ്ട്. അപ്പം എൻ്റെ പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ്, നീ ബിഗ് ബോസ് മെറ്റീരിയലാണെന്ന് എപ്പോഴും എന്നോട് പറയും. അടുത്ത സീസണിൽ നീ കാണുപടി എന്നൊക്കെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും. കാണുപോടോ, നമ്മളെയൊക്കെ ആര് കയറ്റി വിടാനാടോ, ഇല്ല നിന്നെ ഓഡീഷൻ നീ കൊടുക്കണം, നീ ഓഡീഷനിൽ നിന്റെ പെർഫോമൻസിന്റെ ബേസിൽ നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് വിനു. അപ്പോൾ നമുക്ക് PR പ്രൊഫഷണലിനേക്കാൾ കൂടുതൽ ഫ്രണ്ട് എന്ന നിലയിലാണ് വിനുവിനെ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ബഹളത്തിന് ശേഷം വിനുവായിട്ട് സംസാരിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ വിനുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ PR കേസിൽ വിനുവിനെ ഞാൻ വിളിച്ചിരുന്നു. PR കൊടുക്കാനല്ല, വിനു എടോ PR കൊടുക്കാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ എങ്ങനെയാടോ? ശരി, നീ PR ഒന്നും കൊടുക്കണ്ട, നീ 10 ദിവസം നിന്നുള്ളെങ്കിലും അന്തസ്സായിട്ട് കളിച്ച് ജയിച്ചിറങ്ങ്. അതൊരു ഫ്രണ്ട് എന്ന നിലയിൽ അവനോട് പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഓൾറെഡി അനുമോളിന്റെ PR മേടിച്ച് വെച്ചതുകൊണ്ട് അന്ന് ഞാൻ അങ്ങനെ കരുതിയിരുന്നു. ബാക്കി പറയട്ടെ. അപ്പൊ ഇവൻ എന്നെ അങ്ങ് പറയുവാ, നീ പൊളിക്ക്, നീ 10 ദിവസം നിന്നുള്ളെങ്കിലും നീ കളിച്ച് ജയിച്ചിറങ്ങുവാന്ന് പറഞ്ഞു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ PR കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ കുറെ കൂടെ, അതായത് ഒരു 90-95 ഡേയ്സ് ഒരു പക്ഷെ ഞാൻ നിൽക്കുമായിരുന്നു. എനിക്കത് വേണ്ടടാ. ശാരിക പുറത്തായെങ്കിലും അകത്തായാലും ശാരിയെ കളിച്ച് ജയിച്ചെന്ന് കേട്ടാൽ മതി എനിക്ക്. അല്ലാതെ ഏതെങ്കിലും ഒരു പോണ്ട PR ചെയ്തിട്ടല്ലേ ശാരിയെ നീ കിട്ടിയെന്ന് കേൾക്കണ എനിക്ക് താല്പര്യമില്ലത്. അന്തസ്സായിട്ട് നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂടാ, അങ്ങനെ മരിച്ചാ പോരെ. 100 വട്ടം ലൈഫ് ലോങ് നമ്മൾ ചുമക്കണ്ടടാ ഈ സാധനം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജ് ഒരുത്തം വിളിച്ചു പോയപ്പോൾ, പ്രത്യേകിച്ച് ഈ സൈബർ മാധ്യമങ്ങളോടത്തോളം കാലം നമ്മൾ കേൾക്കേണ്ടി വരും. ഈ കൂടുതൽ പ്രസംഗിക്കണ്ടടി, നീ നന്മവരൊന്നും കളിക്കണ്ടടി. ഇപ്പോഴും ഞാൻ ഹോട്ട് സീറ്റിൽ നേരെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ നീ ഇനി ബിഗ് ബോസിൽ കൂടുതൽ ഞാൻ അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ പോട്ടെ, ഞാൻ അത്രയും ദിവസം നിന്നിരുന്നെങ്കിൽ അവരതും പറഞ്ഞേനെ, നീ കൂടുതൽ അനുമോനൊന്നും കളിക്കണ്ട, VR വിനുവിന്റെ ചിങ്കിടി അല്ലേ നീ, അതുകൊണ്ടാ നീ എനിക്കത് കേൾക്കണ്ട. ഞാൻ അന്തസ്സായിട്ട്, അവൻ അന്ന് പറഞ്ഞാണെങ്കിൽ പോലും അർത്ഥവത്തായി അന്തസ്സായിട്ട് കളിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങി, അന്തസ്സായിട്ട് റീഎൻട്രി ചെയ്ത് മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിറങ്ങി, അത്ര തന്നെ. പിന്നെ വിനു ഈ ശൈത്യയുടെ കേസ് പറയുമ്പോഴത്തേക്ക് ഇനി ഞാൻ അവിടെ നിന്ന് കരഞ്ഞു ആക്ച്വലി. ഈ പറയുന്ന അതായത് PR വിനുവിന് ശൈത്യ എന്ന് പറഞ്ഞ വ്യക്തി, ശൈത്യം കൂടെ 1.5 ലക്ഷം രൂപ കൊടുത്ത് 35 ദിവസം നിർത്തിയെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമം. കാരണം ശൈത്യക്ക് മുമ്പേ ഞാനും ബിൻസി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ PR കൊടുക്കേണ്ട ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്, നമുക്കതിൽ ഫ്രണ്ട്ഷിപ്പ് നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടം, അവരെ നിലനിൽക്കാൻ വേണ്ടി PR കൊടുക്കാം. PR കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരിക്കലും മറ്റ് കണ്ടസ്റ്റൻസിനെ ഹത്യ ചെയ്തുകൊണ്ടാവരുത്. അതായത് അവരുടെ മോശത്തെ പൊക്കി കാണിക്കുക, ഇവർ കാണിക്കുന്ന മോശം മറച്ചു വെച്ചുകൊണ്ട് നല്ലത് മാത്രം കാണിച്ച് ജനങ്ങളിലേക്ക് ഒരു വെറുപ്പുണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും വിനു അതാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അല്ല അത് വിനുവിനെ പോലുള്ള PR-കൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. വിനു അല്ല ചെയ്യുന്ന അല്ല ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വിജയം PR കൊണ്ട് മാത്രമാണ് എന്നാണോ ചേച്ചി വിശ്വസിക്കുന്നത്? PR കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാന്യമായി. PR കൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത്. കാരണം അനുമോൾ അവിടെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോൾ പ്ലേ ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന, ഞങ്ങൾ വലിയൊരു തർക്കം ബിൽറ്റിയായിട്ട് ഇന്റർനാഷണൽ തർക്കം വരെ നടന്ന, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ ഈ 7ാം സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത വ്യക്തി അനുമോൾ തന്നെയാണ്. അപ്പൊ കണ്ടന്റ് കൊടുത്ത അത് ഞാൻ യോജിക്കുന്നില്ല. അത് ആരാണ്? അങ്ങനെയാണെങ്കിൽ മറ്റാരാണെന്നാ പറയുന്നത്? അനീഷില്ലേ? അനീഷ് തുടക്കം 1ാം ദിവസം തൊട്ട് കണ്ടന്റ് കൊടുത്ത ഒരേ ഒരു മനുഷ്യൻ, സീസൺ 7 ശ്രദ്ധിക്കപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ അനീഷല്ലേ? അനുമോളെ കൊണ്ടല്ല ശ്രദ്ധിക്കപ്പെട്ടത്. അല്ല, അനുമോൾ ഓൾറെഡി ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് അനീഷിന് പ്രാധാന്യം കിട്ടിയത്. പക്ഷെ അനീഷിന് ഒരു കോമൺ എന്ന രീതിയിൽ ഞാൻ അംഗീകരിക്കുന്നേ ഇല്ല. അനീഷിന് കോമണറെക്കാളും അടിപൊളിയായിട്ട് ആൾ കളിച്ചവിടെ. എന്താണ് അയാൾ കളിച്ചത്? എന്താണ്? ഞാനെന്തിനാ പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ട. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്ത്, അതായത് അനുമോൾ ഉണ്ടാക്കിയ കണ്ടന്റുകളിൽ ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് കണ്ടന്റുകളുണ്ട്. അനീഷിന്റെ കണ്ടന്റ് നിങ്ങൾ ഓർക്കുന്നില്ലെന്നാണ്? അനീഷിന്റെ എനിക്ക് രേണുസുധിയുടെ ഒരൊറ്റ കണ്ടന്റ് ഓർക്കുന്നുള്ളൂ. നിങ്ങൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടന്റ് അല്ലാതെ എനിക്ക് അനീഷിന്റെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന അനീഷിന്, പിന്നെ ഇവർ തമ്മിലുള്ള ഈ അനുമോളുടെ കണ്ടന്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അനുമോളിന്റെ എന്താ കരച്ചിൽ മാത്രമേ എനിക്ക് എപ്പോഴും ഓർമ്മ. അനുമോളിന്റെ പ്ലാച്ചി അതൊരു കണ്ടന്റ് ആയിരുന്നു. അത് അനുമോൾക്ക് മാത്രം കിട്ടിയ ഒരു സ്പെഷ്യൽ തിങ് ആണ്, യുനോ. അപ്പൊ അത് കണ്ടന്റ് അല്ലേ? പ്ലാച്ചി ഒരു കണ്ടന്റ് അല്ലായിരുന്നോ? പ്ലാച്ചി കണ്ടന്റ് ഉണ്ടാക്കിയത് അവിടുത്തെ കണ്ടസ്റ്റൻസ് അല്ലേ അത് കണ്ടന്റ് ആക്കി? അത് കണ്ടന്റ്. അനുമോൾ എങ്ങനെയാ കണ്ടന്റ് ആയത്? പ്ലാച്ചിക്ക് കൊടുക്കണോ അപ്പൊ സമ്മാനം? ഷിയാസ് കരീം വന്നത് വലിച്ചെറിഞ്ഞതും അതിനുശേഷം തിരിച്ചു കൊടുത്തതും ഇതൊക്കെ മൊമെന്റ്സ് ആണ്. നല്ല മൊമെന്റ്സുകളിൽ പെടുന്നതാണ് ഇത്. അതുപോലെ ഈ പ്ലാച്ചിയുടെ ഒക്കെ, അതായത് ജനങ്ങൾ ഏറ്റെടുത്തല്ലോ സാധനം, അത് കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് ആയില്ലേ? അങ്ങനെ റീച്ച് ആകുന്നതാണല്ലോ കണ്ടന്റ്. അങ്ങനെ റീച്ച് ആകുന്നതിനാണല്ലോ നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാം. അനുമോള് നീ ചോദിച്ചല്ലോ, അനുമോള് കളിച്ചില്ല. അനുമോള് കളിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അനുമോള് കരച്ചിൽ നാടകം കളിച്ചിട്ടുണ്ട്. അനുമോള് തുടക്കം തൊട്ട് ആക്ട്രസ് ആയിരുന്നു. അനുമോളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അനുമോൾ എന്താ കരച്ചിൽ നാടകം നേരിട്ട് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയാം. നേരിട്ട് കാര്യം ഞാൻ ഈ പറയുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാം. അനുമോൾ അവിടെ പിന്നെ പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ പാചകത്തിന്റെ ഇത് വെച്ചിട്ട് അനുമോളെ ഒരുപാട് ചീത്ത, അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ വഴക്കാണെന്നിരിക്കുന്നത്. 99% വഴക്ക് അടുക്കളയിലാണ്. ഈ പ്രാവശ്യം സീസൺ 7 വഴക്ക് കളവെന്ന് പറഞ്ഞ അടുക്കളയായിരുന്നു. ഉള്ളിക്കും സവോളയ്ക്കും അവിടെ ആകെ കിട്ടുന്ന പരിപ്പും ചപ്പാത്തി മാത്രമാണ്. അതിന് തന്നെ ഇടിയാ അവിടെ, പരിപ്പ് ദാൽ. അപ്പോ ഇത് അനുമോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ചുറ്റിനും ആൾക്കാർ മറ്റേ ഈച്ചകളെ പോലെ നിന്ന് ഇങ്ങനെ കറമുറ പറഞ്ഞ് ട്രിഗർ ആക്കും. അനുമോൾ ട്രിഗർ. അപ്പൊ അനുമോൾ ഉടനെ കണ്ണ നീർത്തുള്ളികൾ പൊഴിച്ച് അതിനകത്ത് വീഴും. എന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ കഴിച്ചു പിടിച്ച് കരച്ചിലോട് കരച്ചില്, ഒന്നും മിണ്ടത്തില്ല. എല്ലാവർക്കും കൊണ്ടുപോയി കഴിക്കുക. എന്ന് വെച്ചാൽ പ്രായി കൊണ്ട് തരുന്ന പോലെ കൊഴുക്കി ആ രീതിയിലാണ് അനുമോൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും പാവം. ഞാൻ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കഷ്ടം, എന്തിനാണ് ഉണ്ടാക്കി തരുന്ന ആ കൊച്ചിന്റെ കണ്ണീര് അതിനകത്ത് വീഴിപ്പിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ അവളെന്താ, അവള് നീയൊക്കെ കഴിക്കണോ, നിന്നെയൊക്കെ ഞാൻ പ്രാഗിക്കൊല്ലും. പ്രാകുന്ന ഒരു കണ്ടന്റ് എനിക്ക് ഈ സീസണിൽ മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റേ അക്ബറിനോട് പറഞ്ഞ പോലെ നീയൊക്കെ അനുഭവിക്കോടാ, നീയൊക്കെ പെടുകളോ ചെയ്ത് നീയൊക്കെ അനുഭവിക്കോടാ, നീ ഇത് ഒരുപോലത്തെ ഗുണം പിടിക്കത്തില്ല. ഇതൊക്കെയാണോ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്? ഈ ആദില നൂറയ്ക്ക് ആദിലയുടെ തോന്നലുകളാണ് മിക്കപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നെവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആദിലയുടെ തോന്നലാണ്. ഇപ്പോൾ ജിസേൽ മറ്റേ എന്താ പറയുന്നത് ആര്യൻ വിഷയം, അതും തോന്നലുകളാണ്. സോ അങ്ങനെ പല തോന്നലുകൾ അവിടെ മാനിപ്പുലേറ്റഡ് ആയി ചെല്ലുന്നത് കൊണ്ടാണ് അവിടെ തർക്കം. അതായത് ആദിലയുടെ ഒരു പ്രശ്നം വെച്ചാൽ ആദില തർക്കിക്കും, നല്ല ഭാഷയിൽ തർക്കിച്ചിട്ട് അത് റിയൽ ആയിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കും. ഇപ്പം എൻ്റെ കേസിൽ ഇത് പുറത്ത് വന്നപ്പോൾ ഞാനത് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത് ഭയങ്കര വിഷയമായി പോയി. പുറത്തിരുന്നു ഇവർ പുറത്തിറങ്ങാതെ എനിക്കത് പ്രതികരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ അകത്ത് കയറണം. അതുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി. അപ്പം ഞാൻ അതുപോലെ ഞാൻ സമ്മർദ്ദത്തില്ല. ഇങ്ങനെ ഇതൊന്നും ആരോടെങ്കിലും ഒന്ന് പറയണ്ട, ഇത് എത്ര പേരിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഓർത്ത് എന്നോട് അങ്ങനെ ആരും പേഴ്സണലി ചോദിച്ചിട്ടുള്ളൂ. ഇത് ശരീരിച്ച് എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, പക്ഷെ ഞങ്ങളാരും ഇത് കണ്ടിട്ടില്ല അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോഴും അവർക്ക് അങ്ങനെ ഈ ആദിലയുടെ തോന്നലുകളെ കുറിച്ച് എനിക്ക് അപ്പോൾ ആദില എന്നോടൊന്ന് സോറി പറഞ്ഞു. ഇങ്ങനെ ചേച്ചി ക്ഷമിക്കണം കേട്ടാ, അവള് ആ ഒരു കാര്യത്തിൽ വിനയം കാണിച്ചു. രണ്ടുപേരും ചേച്ചി ക്ഷമിക്കണം കേട്ടാ, ഞങ്ങള് തോന്നിപ്പോയി അങ്ങനെ ചേച്ചി, അതാണ് സംഭവിച്ചത്. അപ്പോഴും എനിക്ക് തിരിച്ച് അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമേ ഉള്ളൂ. അനുമോൾ പട്ട ഗേൾസ്, അനുമോൾ ആദില നൂറ പ്യോർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അനുമോൾ അങ്ങനെയല്ല. അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അവർ കൂടെ കിടക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു. ഇതിൽ നമുക്കും തോന്നിക്കൂടെ? ഇവർക്ക് ഇങ്ങനെ ഒരു പരസ്പരം ആദില നൂറയ്ക്ക് മാത്രം പരസ്പരം പ്രണയിക്കണമെന്ന് എങ്കിലും എഗ്രിമെന്റ് വെച്ചിട്ടൊന്നുമില്ല, എല്ലാവരും മനുഷ്യരല്ലേ. സോ അങ്ങനെ നമുക്ക് അവിടെ അലിഗേഷൻ ഉണ്ടാക്കാം. എനിക്കും എൻ്റെ ചാനലിൽ നിന്ന് പറയാമല്ലോ. ഇപ്പം ആദില അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അല്ലെങ്കിൽ അനുമോൾ ആദില ഉമ്മ വയ്ക്കുന്നു. നമ്മളവരെ എങ്ങനെയാണ് കണ്ടത്? പ്യോർ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്.
അല്ലെങ്കിൽ തോന്നലുകൾ, ഇങ്ങനെയുള്ള വൃത്തികെട്ട തോന്നലുകൾ നമുക്കുള്ളിലേക്ക് വരാത്ത എന്തുകൊണ്ടാണ്? നമ്മളത് അങ്ങനെ ആ ഒരു കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ടാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഉമ്മ കൊടുക്കുന്നതും അല്ലാത്തൊരു ഉമ്മ കൊടുക്കുന്നതും നമുക്കറിയാം. അപ്പോൾ ആ തോന്നലിനെ ഞാൻ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റഡ് ആയിട്ടില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഞങ്ങൾക്കും എനിക്കും തോന്നലുണ്ടാവാം. എനിക്കും വേണമെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കാം, എനിക്ക് റീൽസ് ഇടാം, റീൽസ് ഇട്ട് കളിച്ച് മെഴുകാം. കണ്ടില്ലേ അനുമോളെ ഉമ്മ അതിലോ ലെസ്ബിയൻ, പ്യോർ ലെസ്ബിയൻ ആണ്. വൈ? അത് അനുമോളെ ടെംപ്റ്റ് ചെയ്യിക്കുകയാണ് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ അതിലേക്ക് വലിച്ചിടുകയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? ഞാനതൊരു ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തോന്നലുകൾ കൺട്രോൾ ചെയ്യുക, ആരായാലും, അത് ഗെയിമിലായാലും പുറത്തായാലും, അത്രേ ഉള്ളൂ. അതുപോലെ ചേച്ചി, അപ്പോൾ നമുക്ക് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഏകദേശം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എല്ലാവരെയും തന്നെ അത്യാവശ്യം ചർച്ച ചെയ്തു. പുറത്ത് വന്ന് ആദ്യത്തെ ദിവസം തൊട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ചേച്ചി നിന്ന സമയം വരെയുള്ള കാര്യങ്ങൾ ചേച്ചി സംസാരിച്ചു. അതിന് ശേഷം നടന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. സമാധാനം. അപ്പോൾ ഇനി കുറച്ച് പേഴ്സണൽ രണ്ട് ക്വസ്റ്റ്യൻസ്. ചേച്ചി ട്രിഗർ ആവരുത്, മാന്യമായിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ്. മാന്യത ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും. തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിക്കുള്ളൂ, അറിയത്തില്ലേ? കാലം കുറെ ആയാലോ അതിനെ കാണാൻ. അതുകൊണ്ട് ചെറിയ ഡൗട്ട് ഉണ്ടല്ലേ? നല്ല ഡൗട്ടുണ്ട് എനിക്ക്. എന്നാലും ഞാൻ ചോദിക്കാം. അതായത് ചേച്ചി, ഈ നമ്മൾ പറയുമല്ലോ, ഈ വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞ് ചേച്ചി കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെ വന്ന വഴിയൊന്നും മറന്നിട്ടില്ലല്ലോ. അല്ല, പക്ഷെ ചേച്ചി ഹോട്ട് സീറ്റ് ഒഴിവാക്കി എന്നൊരു പൊതുവെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. അത് ഞാൻ വന്ന വഴി മറന്നു. ഞാൻ പറഞ്ഞു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ട് സീറ്റിൽ ഞാൻ വന്ന വഴി മറന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ അതിനകത്ത് ഞാൻ സഹിച്ചിട്ടുണ്ട്. ഈ ഹോട്ട് സീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി, നമ്മുടെ വ്യക്തിത്വം, ഇതെല്ലാം മറന്നുകൊണ്ട്, നമ്മുടെ ഇമേജ് മറന്നുകൊണ്ട് ഞാൻ ചെയ്തൊരു ഷോ ആണ്. അതായത് ഞാനിന്ന് ഹാപ്പിയാണ്. ഹോട്ട് സീറ്റ് ചെയ്ത ആ 1.5 വർഷക്കാലം അല്ലെങ്കിൽ 1 വർഷക്കാലം അതിനുവേണ്ടി ശാരികയെ പൂർണ്ണമായും ഞാൻ ആ ചാനലിന് കൊടുത്തതാണ്, അല്ലെങ്കിൽ ആ ഷോയ്ക്ക് കൊടുത്തതാണ്. അതിൽ ഞാനൊരു 15 ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 13 മില്യൺ അടിച്ച്, മില്യനല്ല 3-4 മില്യൺ അടിച്ച്, ഇന്നും മില്യൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഷോ ആണ്. അവരെ എന്നെ അപ്പൂസ് ആഘോഷത്തിന് 2 മില്യൺ ആയ ആഘോഷത്തിന് വിളിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ മില്യണിലേക്ക് എത്താൻ വലിയൊരു ഒരു എന്താ കണ്ടന്റ് ചേച്ചിയാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ചേച്ചി ഉറപ്പായിട്ടും വരണമെന്ന് പറയണം എന്നോട് പറഞ്ഞത്. അവർ ഹോട്ട് സീറ്റിന് 2.0 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെയാണ് ആദ്യം സമീപിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേയ്മെന്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് വേറൊന്നുമല്ല, എനിക്കറിയാം ഞാൻ ബിഗ് ബോസിന് കയറുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നിന്റെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, നമ്മളെ ചാനലിന്റെ പേര് മെയിൻസ്കേപ്പില് ഷിബിൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആങ്കറുമായിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ തൊട്ട് മുമ്പ് വരെ ഞാൻ ഇതാണ്, ശാരിക എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ് എന്ന് മാറി തുടങ്ങിയിരുന്നു. ആൾക്കാരുടെ ഹൃദയത്തിൽ അങ്ങനെ അത് അച്ചടിച്ച്, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, സ്റ്റാമ്പിങ് ആയി തുടങ്ങിയിരുന്നു. ശാരിക എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ്, അവള് പിന്നെ ഇങ്ങനെയാണ് അവളുടെ സ്വഭാവം. ഇന്റർവ്യൂവിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി പറഞ്ഞതിന് ശേഷം ആൾക്കാർ ഞെട്ടി. അത് പോസിറ്റീവായി, അതൊരു വലിയ പടി നീട്ടു. അത് ഞാൻ നിങ്ങളോട് ഇപ്പോഴേ ഞാൻ ഹൃദയത്തിൽ നന്ദി പറയുന്നു. അത് ഒരുപാട് സംശയിച്ചാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്, ഇന്റർവ്യൂ തന്നത് എനിക്ക് ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം. പക്ഷേ അത് വലിയൊരു മൈൽ സ്റ്റോൺ ആയി. അതിനുശേഷം ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ബിഗ് ബോസിൽ പോകുമ്പോൾ യഥാർത്ഥ ശാരികയായിട്ട് അവിടെ നിൽക്കണം. കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മീഡിയ ആയിട്ട് കണക്റ്റഡ് ആണ്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ നല്ലൊരു ഷോയോ, അത് സാറ്റലൈറ്റ് ചാനലിലായാലും ഓൺലൈൻ മീഡിയയിലായാലും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന, ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മീഡിയ വെറും ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ അറിയാലോ നിനക്ക്, എൻ്റെ ആഗ്രഹം ലോയർ ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി പോരാടണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയല്ല ഒരിക്കലും. ഞാൻ നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച, ശശി തരൂരിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഞാനാണ് ഹോട്ട് സീറ്റ് വന്ന് കിടന്ന് മെഴുകിയത്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബക്കാരെ മുഴുവൻ പറയുന്നു, രേണു സുധിയെ പറഞ്ഞതിന് എന്നെ അങ്ങനെ അങ്ങ് എയറിൽ കയറ്റുന്നു. എയറിൽ കയറ്റെന്ന് പറഞ്ഞാൽ പറയാനൊന്നുമില്ല, സൈബർ ബുള്ളിങ്ങിന് അങ്ങേ അറ്റം. അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ യഥാർത്ഥ ശാരികയാണെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നീ എന്നോട് ചോദിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ടൊരു ആൻസർ പറയുവാണ്, നിങ്ങൾ അവിടെ എന്ത് കളിയാണ് കളിച്ചത്? എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, ശാരിക ബിഗ് ബോസിൽ പോയി എന്ത് കളിച്ചു? നിങ്ങൾ കളി ആഗ്രഹിച്ച എന്റെ ഹോട്ട് സീറ്റ് ശാരികയായിട്ട് കാണാൻ ആഗ്രഹിച്ച, ഇവൻ ബിഗ് ബോസ് പോലും ആഗ്രഹിച്ചത് എന്നെ ഹോട്ട് സീറ്റ് ശാരികയായിട്ടാണ്. പക്ഷെ ഹോട്ട് സീറ്റ് ശാരിക ഫേക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ, ഹോട്ട് സീറ്റ് ശാരികയുടെ ഒരു മുഖം, ആ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു മുഖം മാത്രമാണത്. കുറച്ച് ദേഷ്യമൊക്കെ എന്നിലുണ്ടെങ്കിലും ഒരാളെയും ഹൃദയം കൊണ്ട് ഹർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സുകൊണ്ട് അയാൾക്ക് മറക്കാനാവാത്ത മുറിവുകൾ കൊടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെതായ ന്യായങ്ങൾ എനിക്കുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും ഒരാളെ ഞാൻ വെറുതെ ആക്രമിക്കാൻ ചെല്ലില്ല. അപ്പോൾ ഹോട്ട് സീറ്റ് ഷോയിൽ ഞാൻ അങ്ങോട്ട് ആക്രമിച്ചത് അവരുടെ പെർമിഷനോടെ ആണെങ്കിൽ പോലും അത് വേറെ പലതരത്തിലാണ് ഷോക്കേസ് ചെയ്യപ്പെട്ടത്. അത് മാറ്റണം. ശാരിക എന്ന വ്യക്തിയെ ജനങ്ങൾ മനസ്സിലാക്കണം എന്നൊരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. 21 ഫ്രൂട്ട്ഫുൾ ഡേയ്സ് ആണ് എനിക്ക് ബിഗ് ബോസ് അവിടെ തന്നത്. ഞാൻ നെഗറ്റീവ് കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, ബിഗ് ബോസ് ഒരിക്കലും എന്നെ നെഗറ്റീവ് ആക്കാൻ, അതിന് ഞാൻ ബിഗ് ബോസിനോട് നന്ദി പറയുന്നത്. കാരണം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും
അവർ അതുപോലെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതെ 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 സോ പോസിറ്റീവ് ഐ ലവ് ആ ഒരു കേസിൽ തീർച്ചയായിട്ടും. ഞാൻ ബിഗ് ബോസിനെ ലവ് ചെയ്യുന്നു. തീർച്ചയായിട്ടും താങ്ക് യു ബിഗ് ബോസ് ആൻഡ് എൻ്റെ മോൾ ഷൈൻ ആൻഡ് ഏഷ്യാനെറ്റ്. അതെ, അതെ. ആ ഒരു കാര്യങ്ങൾ അങ്ങനെ തന്നെ വിട്ടതിനും എന്നെ ഒരു എന്താ പറയുക ചിരിപ്പിക്കൽ ടീമാക്കി മാറ്റി. എന്നെ അവിടുത്തെ ഇന്നസെന്റ് എന്നാ വിളിക്കുന്നത് അവിടുത്തെ ടീം. കാരണം ഇടക്കിടക്ക് ഇന്നസെന്റിനെ പോലൊക്കെ നിന്ന് ചിരിപ്പിച്ച് മറിപ്പിച്ച് അവർക്ക് എന്റർടൈൻമെന്റ് കൊടുത്ത ഒരാളാണ്, സീക്രട്ട് എന്റർടൈനർ ആണെന്നാണ് അവർ പറയപ്പെടുന്നത് എന്നോടുകൂടി ചേർന്ന്. അപ്പോൾ അതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ ടഫായിട്ട് തോന്നുമെങ്കിലും നിനക്കറിയാലോ എന്തോരം തമാശകൾ പറഞ്ഞിട്ടാ നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത്, എന്തോരം കാര്യങ്ങൾ പറഞ്ഞു. സോ ആ ഒരു മുഖമായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് എന്നെ മൈൽ സ്റ്റോൺ. എനിക്കത് ജനങ്ങൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു. എന്നോട് അവിടുത്തെ അക്ബർ ഖാൻ, നമ്മുടെ കണ്ടസ്റ്റന്റ് അക്ബർ എന്നോട് എപ്പോഴും പറയും, ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടമുള്ള, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുള്ള, ഒരുപാട് ലിറിക്സ് കാണാതെ അറിയാവുന്ന നിങ്ങൾ എന്തിനാണ് സ്ത്രീയെ ഈ ഹോട്ട് സീറ്റ് ചെയ്യാൻ പോയത്? നിങ്ങൾ എത്ര ചിരിപ്പിക്കുന്ന ഒരാളാണ്, നിങ്ങൾ എത്ര തമാശ പറയുന്ന ഒരാളാണ്, നിങ്ങൾ എത്ര വൈബാണ്, നിങ്ങൾക്ക് അത് ചെയ്താൽ പോരെ തള്ളേ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ അക്ബറിന് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ അക്ബർ ആഗ്രഹിച്ചിരുന്നു. അവൻ എനിക്ക് ലാസ്റ്റ് എന്നോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ വിഷമിപ്പിച്ച് ഒരു ട്രൂ ജെം ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് അവൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് ലാസ്റ്റിൽ ഫൈനൽ വീക്കിലൊക്കെ. അപ്പോൾ അവനോടും മറ്റുള്ളവരോടും എന്നോട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ടഫായിട്ട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും ദ റിയാലിറ്റി ബൈ ശാരികയിൽ. പക്ഷെ ഒരിക്കലും ഹോട്ട് സീറ്റിലേക്ക് പോവില്ല. ഹോട്ട് സീറ്റ് ഡബിൾ മീനിങ് എടുത്ത് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യപ്പെടേണ്ടി വരും. അതൊരു ഷോ ആണെങ്കിൽ പോലും അത് അവർക്ക് പിന്നീട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഒരിക്കലും എൻ്റെ ക്യാരക്ടർ അല്ല, അതൊരു ഷോ മാത്രമാണ്. ആ ഷോയിൽ നിന്നാണ് ഞാൻ ആ ഷോ മാത്രം അഴിച്ചു വെച്ചു. യഥാർത്ഥ ശാരികയായിട്ട് പുറത്തോട്ടിറങ്ങി, ദ റിയൽ ശാരികയായിട്ട്, ദ റിയാലിറ്റി ശാരികയായിട്ട് ഞാൻ ഇവിടെ അടുത്ത വേണ്ടിയിട്ട് തുടങ്ങി. അതിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു, നിന്നെയും ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ വേറൊരു പലയിടത്തും ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, പലയിടത്തും ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ചേച്ചിക്ക് ഈ ആറ്റിറ്റ്യൂഡിൽ ഈ ബി കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര മാറ്റം വന്നു, തലക്കനം കൂടി. ചേച്ചി അപ്പം പൊതുവേ അങ്ങനെ ഒരു സംസാരമാണ് ഞാൻ കേട്ടത്. ചേച്ചിക്ക് ഭയങ്കര തലക്കനം കൂടി, വലിയ എന്തോ ആരോ ആണ് എന്നൊരു തോന്നലാണെന്നൊക്കെ. എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ. പൊതുവേ ഈ മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടല്ലോ ഈ അടുത്ത് ഒരു മാധ്യമത്തോടും ചേച്ചി ആ രീതിയിലൊന്ന് പെരുമാറുന്നതൊക്കെ ഞാൻ കണ്ടു. നീയൊക്കെ ഏതാ മാധ്യമം? ചേച്ചി ഈ മാധ്യമ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ ചേച്ചി? നമ്മളൊക്കെ ഈ മാധ്യമത്ത് രംഗത്ത് പ്രവർത്തിച്ച വ്യക്തികളല്ലേ, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരു പുച്ഛ മനോഭാവം ചേച്ചി ഒന്ന് മാറ്റിയാൽ കൊള്ളാം. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അഭിപ്രായം ഇങ്ങനെ പൊതുവെ കേൾക്കുന്നത് കൊണ്ട് ചേച്ചിയോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞാണ്. അതൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ഇതാകും കേട്ടോ. അപ്പൊ നമുക്ക് അത് പറഞ്ഞ് നമുക്ക് അല്ല അങ്ങനെ നിൽക്കാൻ വരട്ടെ. അല്ല ഞാനാണ് ഇവിടെ ഡമ്മി ആയിട്ടിരിക്കുന്നത്, നിന്റെ ഡമ്മി. അതിനൊന്നും എന്താ ഡമ്മി ആകാനൊന്നും ഞാൻ അല്ല, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചു, അത് എന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ. ഓക്കെ പറഞ്ഞു. അതായത് വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം വേണ്ട. ഉപദേശം പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റേതായിട്ട് വ്യക്തിത്വമുണ്ട്. ഞാനിപ്പോ ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷവും ഞാൻ പഴയ ശാരിക കേബി തന്നെയാണ്. ബിഗ് ബോസ് എന്ന കിരീടം ഞാൻ തലയിൽ വെക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഇന്റർവ്യൂ ശാരിക കേബി എന്ന് അറിയപ്പെടുന്നത്, ഇന്റർവ്യൂവർ ശാരിക എന്ന് അറിയപ്പെടുന്നതാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. ബിഗ് ബോസ് കുറച്ചധികം ആൾക്കാരിലേക്ക് എന്നെ എത്തിച്ചു എന്ന് മാത്രം. അല്ലാതെ ഞാൻ ബിഗ് ബോസ് ശാരിക എന്ന് കേൾക്കണമെന്ന് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നില്ല. വിളിച്ചാൽ ഓക്കെ ഗുഡ്, നിങ്ങൾ ബിഗ് ബോസ് കണ്ടിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കും. ഇല്ലെങ്കിലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. പക്ഷേ ഞാൻ അന്നും ഇന്നും മഞ്ഞ മാധ്യമങ്ങൾക്ക് എതിരാണ്. അതായത് നമ്മൾ ഒരാൾ പറയുമ്പോൾ പല സിനിമാ നടന്മാരും പല ആർട്ടിസ്റ്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പറയുന്ന പകുതിയും കട്ട് ചെയ്തിട്ടിട്ട് അതിന്റെ വാല് മാത്രം പറഞ്ഞ് അവരെ ഏറിലാക്കുന്ന ഒരു പരിപാടി മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരും ഇല്ല. കുറച്ച് മാധ്യമങ്ങൾ, ഒരു 100 നല്ല സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി പ്രളയം, കൊറോണ സമയത്തൊക്കെ ജനങ്ങളെ അഹോരാത്രം സഹായിച്ച സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ്, അതായത് ഈ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അതൊക്കെ നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. പക്ഷേ അതിൽ ചെറിയ പുഴുക്കുത്തുകളുണ്ട്. അതായത് എന്ത് തോന്നിയവാസവും അങ്ങ് ചോദിക്കാം. സെലിബ്രിറ്റി ആണെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവാസവും അങ്ങ് ചോദിക്കാം. അവൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താ, അനുമോളോട് അസൂയ ഉണ്ടോന്ന്. അതായത് ഞാൻ അവിടെ വളരെ അനുമോളുടെ അസൂയ ഉണ്ടോന്ന് ചോദിച്ചാൽ അനുമോളുടെ അസൂയപ്പെടേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പോരെ? അത് എന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. അതിനെങ്ങനെ മുടയാകുന്ന? അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന് നയം പറയുന്ന, നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാണ് നിങ്ങൾക്ക്. അത് നിങ്ങളുടെ കണ്ണിലെ കുരുവാ, അല്ലാതെ എന്റെ കുഴപ്പമല്ല. ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മറ്റു മാധ്യമങ്ങളൊന്നും അതെന്നോട് ചോദിച്ചില്ല. ഏത് മാധ്യമം? അവിടെ ഞാൻ നിൽക്കുമ്പോ 10 പേരുണ്ടായിരുന്നു, മാത്രം എന്താ ചോദിച്ചത്? ചേച്ചി എന്നെ നേരത്തെ പറഞ്ഞ സംയമനത്തിന്റെ ബാധയെന്നൊക്കെ ചേച്ചി തന്നെയാ പറഞ്ഞത്. അപ്പൊ ഈ അതിന്റെ സംയമനം ഇല്ലേ? എന്ത് സംയമനം? ചോദിക്കുന്ന ചോദ്യങ്ങളും ആൾക്കാരുടെ മൂഡ്. ഒരു സെലിബ്രിറ്റി ചേച്ചി അപ്പൊ എല്ലാം ചോദിക്കേണ്ട രീതിയിലാണോ ചോദ്യങ്ങൾ ഹോട്ട് സീറ്റ് ചോദിച്ചത്? ഹോട്ട് സീറ്റ് ഷോ ആണ്, അവിടെ കയറി കളിക്കരുത്, അവിടെ കയറി കൊത്തരുത്, അതൊരു ഷോ ആണ്. അയാളുടെ ഞാൻ നിന്റെ പെർമിഷനോടുകൂടി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്റെ പെർമിഷൻ എടുത്തിട്ടല്ല ജിഞ്ചർ മീഡിയ എന്നോട് ചോദിച്ചത്. ജിഞ്ചർ മീഡിയ തോന്നിയാ നമ്മളങ്ങോട്ട് ഇറങ്ങുക, എന്നോട് ചോദിക്കുക അനുമോളോട് നിങ്ങൾക്ക് എന്താ ഇത്ര അസൂയ? അസൂയില്ല, ഒരു കോപ്പില്ലാന്ന് പറയണമായിരുന്നു. നിന്റെ ഭാഷ, എന്റെ ഭാഷ അങ്ങനല്ല. എന്റെ ഭാഷ പറയുമ്പോ ഞാൻ ചോദിക്കും നീ ഏതാ, എന്താ ചോദിക്കും? മര്യാദ, ആറ്റിറ്റ്യൂഡ് ഇടും ഞാൻ, ആറ്റിറ്റ്യൂഡ് ഇടും. അല്ല അങ്ങനെ നിൽക്കാത്ത കുറെ പാവങ്ങളുണ്ട്. അതായത് എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ല. ഞാൻ ഇപ്പോഴും ഞാൻ റിയാലിറ്റി ബൈ ശാരിക ചെയ്യുന്നു വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പാവമായിട്ടിരുന്നു, അയ്യോ ഞാനൊരു ചാനലുണ്ടേ, നിങ്ങളെല്ലാവരോടും എന്നോട് ഇങ്ങനെ മിണ്ടണേ, ഞാൻ ഇങ്ങനെ മിണ്ടത്തുള്ളൂ എന്ന് പറയത്തില്ല. ശാരികയുടെ ഐഡന്റിറ്റി ഇതാണ്. ശാരി ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. കണ്ണൂരിട്ടും ഇതാണ്, ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. എന്നോട് ഇങ്ങനെ സംസാരിക്കും
സംസാരിക്കാനായിട്ട്? അല്ല ഇങ്ങനെ സംസാരിക്കാൻ നീ ആങ്കർ അല്ലേ? അല്ല ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ഞാൻ ഇത്രത്തോളം ഈ കണ്ണുരുട്ടി എന്നെ ഈ പ്രകോപിപ്പിക്കുന്ന രീതി സംസാരിക്കണ്ട. ഞാൻ പറയട്ടെ ചേച്ചി, ഞാൻ പറയട്ടെ. അല്ല വ്യക്തിപരമായിട്ട് എനിക്കൊരു അഭിപ്രായം തോന്നുന്നത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അതിന് ചേച്ചിക്ക് എന്നെ പഴയ ഹോട്ട് സീറ്റ് അരികെ ആക്കരുത്. അല്ല ഏത് രീതി ഇവിടെ അതിലെ നീയാണ് ഇവനെ കൊണ്ട് ഇവനെ ഈ ഷിബിനെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നീയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന് സമ്മതിച്ചത്. സെലിബ്രിറ്റി ആയെന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്താ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അംഗീകരിക്കാൻ പറ്റും? എന്തിനാണ് ഈ കട്ടപ്പള്ളായിട്ട് ഇവനെ കൊണ്ടുവന്നത്? ഇറങ്ങി പോടാ എന്റെ ചാനലിൽ നിന്ന്. ചേച്ചി അങ്ങനത്തെ എന്താ ഡയലോഗ് ഒന്നും എന്നോട് അടിക്കണ്ട. ചേച്ചിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടും വ്യക്തിപരമായിട്ട് ഇപ്പൊ ചേച്ചി എന്താ പറഞ്ഞത് അവരോട് പറഞ്ഞു. ഷെബിനാണെങ്കിൽ അല്ല ഷെബിനല്ല പറയട്ടെ, ഷെബിനാണെങ്കിൽ അതിപ്പോ എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന തുല്യമായി. ഞാനാണെങ്കിൽ ഈ ഇന്റർവ്യൂവിന് താല്പര്യമില്ല എന്ന് ചേച്ചി പറഞ്ഞു. പിന്നെ എന്തിനാ അതിൽ നീ എന്നെ വിളിച്ചത്? നിനക്ക് എന്തിന്റെ ആവശ്യം എന്നെ വിളിക്കേണ്ടത്? ഇതുപോലത്തെ ഇതിനോടൊക്കെ സംസാരിക്കുന്നതിന് വേറെ എന്തെങ്കിലും നീ പരിപാടിക്കാൻ പോകുന്ന എനിക്ക് വേറെ ആൾക്കാരെ കിട്ടാനില്ല എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ. ഞാൻ ഈ ആഴ്ച 10 ഇന്റർവ്യൂ ചെയ്ത ആളാ. എന്തിനാ എനിക്ക് ആ പാട്ട് പാടുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും. ചേച്ചി നമ്മുടെ ആക്ടിങ് ഞങ്ങളുടെ ആക്ടിങ് എങ്ങനെയുണ്ട്, ഞങ്ങൾ സിനിമയിൽ എടുക്കാമോ എന്ന് ഞങ്ങൾ ഒരു സംവിധായകരോട് ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഇത് കണ്ടിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അല്ലെ ജനങ്ങൾ പറയട്ടെ. എന്താണെങ്കിലും ഞാനും ചേച്ചിയും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ സൗഹൃദം ഇനിയും തുടരും. അങ്ങനെ നല്ല രീതിയിൽ ചേച്ചി ഇനിയിപ്പം റിയാലിറ്റി ബൈ KB, സോറി റിയാലിറ്റി ബൈ ശാരിക. ആ KB മാറ്റിയല്ലേ, ശാരിക എന്ന് പറയുന്നത് അറിയുന്നത്. അപ്പം റിയാലിറ്റി ബൈ ശാരിക എന്ന് പറയുന്ന ചേച്ചിയുടെ പ്രോഗ്രാമിലൂടെ ഇനിയും 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 നമ്മൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ ഇനി എന്തായാലും ഓടിച്ചിട്ടില്ല. വളരെ വളരെ സംയമനത്തോടു കൂടി രസകരമായ എന്നാൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും, നിലപാടുകൾ കൊണ്ടുള്ള തന്നെയുള്ള നല്ല ഇന്റർവ്യൂയിലൂടെ വീണ്ടും ചേച്ചിയെ ഇനിയും ഞങ്ങൾക്ക് കാണണം. അതുപോലെ തന്നെ ഇനിയും സിനിമ, അതൊരു ചേച്ചിയുടെ ഒരു ആക്ടിങ് മികവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് മികച്ച റോളുകൾ പലതും തേടി വരാൻ സാധിക്കും. പിന്നെ ചേച്ചിനെ പരിഗണിക്കാൻ കൂടി എന്നെയും കൂടി ഒന്ന് പരിഗണിക്കും. ഞാൻ തുറന്നു പറയാം, അഹങ്കാരം ആറ്റിടാന്ന് വിചാരിക്കുന്നത് എനിക്ക് സിനിമയിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്തായിക്കോട്ടെ, എന്താണെങ്കിലും ചേച്ചി ഇനിയും ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന വിജയം നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ബിഗ് ബോസിനെക്കാളും വലിയ ഷോസിൽ തീർച്ചയായിട്ടും അതെ അതിനേക്കാൾ വലിയ ഷോകളിലേക്ക് പോകാനും അവിടെ പോയി ചേച്ചിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളേക്ക് പ്രദർശിപ്പിക്കാനുമുള്ള ഒരു ഐശ്വര്യവും അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി. താങ്ക് യു സോ മച്ച് മൈ ഡാർലിംഗ് ഷിബി. താങ്ക് യു